ഫസ്റ്റ് ഇവർ ബോണ്ടയുടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന മോഡൽസ്. ഓക്കെ, അപ്പം നല്ല സ്പേസ് ഉണ്ടല്ലോ അതിനകത്ത്. അത് അവിടെ വായിലൊക്കെ വെള്ളം വന്നു. അങ്ങനെ ഒരുവിധം ഒരുങ്ങി കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ പെട്ടിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പോവാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ വെക്കേഷൻ 2 ദിവസം മിസ്സായി. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. ഓക്കെ അസുട്ടാ. ഓക്കെ, അതൊരു മന്ദപ്പിലാണ് കേട്ടോ. അതാണ് ഉഷാറുള്ളത്. അവിടെ അടിയുടെ പോയിട്ട് ഞാൻ ട്രെയിനിൽ 2 ഫ്രണ്ട്സ് അവിടെ ഇവിടെ ഷൊർണൂരായിരിക്കും. വാപ്പൻ്റെ ഷൊർണൂർ വിട്ടിട്ടാണ് അവരുടെ അടുത്ത് ആക്കിയിട്ടാണ് വാപ്പ പോവാട്ടോ. പിന്നെ അതൊക്കെ ഇങ്ങനെ എന്തൊരു ന്യൂട്രൽ അവസ്ഥയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കാലിക്കറ്റിക്കുള്ള ട്രെയിനുള്ളത് കേട്ടോ, ജനശതാബ്ദി. അതിൽ തന്നെ കൊച്ചിയിലുള്ള എൻ്റെ ഫ്രണ്ട്സ് അതേ ട്രെയിനിലാണ് വരുന്നത്. അപ്പോൾ വാപ്പനിക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും വാപ്പയാണ് ഇപ്പോൾ കാലിക്കറ്റും കൊച്ചിക്കും ഒക്കെ പോകുന്നതിലൊക്കെ വാപ്പൻ്റെ കൂടെ വരാറുണ്ട്. അപ്പം ഇപ്രാവശ്യം അവരും കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പക്ഷേ ഷൊർണൂർക്ക് വാപ്പ എന്നെ ആക്കി തന്നു കേട്ടോ. ഞങ്ങൾ പട്ടാമ്പിയിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോയി. എന്നിട്ട് വാപ്പ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവരെ കൂടി കണക്ട് ചെയ്തിട്ട് വാപ്പ പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് കാലിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒറ്റയ്ക്കുള്ള ട്രെയിൻ യാത്ര വലിയ സീനൊന്നുമില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോയത്. ഭയങ്കര സേഫാണ്. പ്രത്യേകിച്ച് രാവിലെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്തൊക്കെ പോകുന്നതുകൊണ്ട് ഭയങ്കര സേഫായിരുന്നു. പിന്നെ എന്താ പറയുക, ഒട്ടും ക്ഷീണമൊന്നും അറിയില്ല. നമ്മൾ ഈ ബസ്സിൽ പോകുന്ന പോലെ അല്ലല്ലോ. നല്ല AC കമ്പാർട്ട്മെൻ്റൊക്കെ ആകുമ്പോൾ നല്ല സുഖമായിട്ട് പോയിട്ടാം. അത് കഴിഞ്ഞിട്ട് കാലിക്കറ്റ് ഞങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് അമലാനകയും വൈഷയും നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അവിടെ വെക്കാം അല്ലേ? ആ, സീറ്റിൽ വെക്കാം. ഓക്കെ, താങ്ക് യു. ആണല്ലേ, ഞങ്ങൾ കുറച്ച് നേരം വന്നിട്ട് ഞങ്ങളിവിടെ ഹൈടെക് മെഡിസിറ്റി അല്ലേ, അവിടെയാണ് കേട്ടോ. ഞങ്ങൾ ഇന്നിവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ വന്നപ്പോ ഇങ്ങനെ കയറി വരുമ്പോൾ ദൂരത്ത് കണ്ടപ്പോ ഞാനോ ഇങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ആകെ എക്സൈറ്റഡ് ആയി പോയത്. ഇവിടെ കാണിക്കും ആരെ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ പറയാറ്. അതൊരു തരംഗം സൃഷ്ടിച്ച ബിഗ് ബോസ് ജേതാവാണ്. ഞാൻ ബിഗ് ബോസിന്റെ വലിയ അഡിക്റ്റഡ് ആണ് കേട്ടോ. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട സീസണും നമ്മളെ രഞ്ജിത്ത് സാറിന് വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത്തിനുള്ള ആ ഒരു സീസൺ ആയിരുന്നു. ആ ഒരു സീസൺ കൂടെ നിർത്തിക്കൊണ്ട് പറയാനുള്ള സമയം. അപ്പോഴേ നല്ല എക്സൈറ്റഡ് ആയി കണ്ടപ്പോ ഇവിടുന്ന് അല്ലേ. അപ്പൊ നമ്മുടെ സീസൺ 2ന്റെ ജഡ്ജി ആയിട്ട് വരാൻ പോയി അല്ലേ. സസ്പെൻസ് ആണ്. അല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ടേ വീഡിയോ ഇറങ്ങുള്ളൂ. ജഡ്ജി ആയിട്ട് വരും ചിലപ്പോ അല്ലേ. ഓക്കെ, അപ്പൊ ഭയങ്കര സന്തോഷമായിട്ടോ കണ്ടത്. അങ്ങനെ അവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രജിത് സാറിനൊക്കെ കണ്ടു. ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഞങ്ങൾ റൂമിലേക്ക് പോയി. ഞങ്ങളത് കഴിഞ്ഞിട്ട് സ്നേഹത്തിലൊക്കെ കിടക്കുന്നത്. ഞാൻ നടക്കിരുന്നോളാം, മക്കളെ കൂടെ കയറുന്നോളാം. ഞാൻ നടക്കിരുന്നോളാം. ഞാൻ ആദ്യമായിട്ടൊരു കാർഡ് ഇട്ടു കഴിക്കാവോ. ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആയിട്ട് ഓർഡർ ചെയ്ത ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലി ഗ്രേവിയാണ്. അധികം കഴിക്കാൻ ഉദ്ദേശിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ ഷെയർ ചെയ്യാനാണ് കേട്ടോ ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ടുള്ളൂ. പക്ഷെ അവൾക്ക് ഒരു ബിരിയാണി, ഫുൾ ബിരിയാണി, അത് തുറക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾക്കൊരു പ്ലേറ്റ് തരാം. ഞങ്ങൾ ഒരു പാത്രത്തിൽ തന്നെ കഴിക്കാൻ കേട്ടോ, അതുകൊണ്ട് കൂടുതൽ വീഡിയോ എടുക്കാൻ വയ്യ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുളിച്ച് റെഡിയായി. ഒരു 5 മണിക്കെങ്കിലും ഞങ്ങൾക്ക് വെന്യൂവിൽ എത്തണം കേട്ടോ. അപ്പോഴത്തെ നമ്മൾ ഇന്നത്തെ ഗ്രാൻഡ് ഫിനാലെ സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങൾ എന്തായാലും ഫ്രഷായി റെഡിയായി ഒക്കെ ഇറങ്ങി. ഞാൻ ഫുൾ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തിരക്കിലായതുകൊണ്ട് അങ്ങനെ ഫുൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിക്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ വെന്യൂവിലേക്ക് പോവാണല്ലോ. ഓക്കെ, ഇത് നിരഞ്ജനാണ് കേട്ടോ. നിരഞ്ജൻ നമ്മുടെ സെയിം സീസണിൽ മാൻ ഓഫ് കേരള ആയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ അവൻ മിസ്റ്റർ സൗത്ത് ഇന്ത്യ കൂടിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെയാണ് ഞങ്ങൾ വെന്യൂവിൽ പോയത്. നമ്മൾ താമസിക്കുന്നിടത്ത് 1-2 കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ നമ്മുടെ ട്രേഡ് സെന്റർ ഉള്ളത്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത്. അങ്ങനെ
അങ്ങനെ ഞങ്ങൾ വെന്യൂവിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ നമ്മളെ FI ഇവന്റ്സിന്റെ ഹോൾ ടീം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇടവേള ബാബു സാറും രഞ്ജിത്ത് സാറും ദാലു ബേബി സാറും പിന്നെ രജിത് സാറും റോൺസൺ ചേട്ടനും മീരയും അങ്ങനെ ഞങ്ങളുടെ സരിത മേമും അങ്ങനെ എല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെയും പിന്നെ അതുപോലെ സെലിബ്രിറ്റീസും ഒക്കെ ആയിട്ട് ഒരു വലിയ ടീം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് നമ്മൾ ദീപൊക്കെ കൊളുത്തി നമ്മളുടെ ഒരു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തു. പിന്നെ ഇത് രോഹിത്താണ് കേട്ടോ. രോഹിത്തിനെ പരിചയപ്പെടുത്തേണ്ട ഒരാളാണ്. കാരണം ഇവന് ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ സീസണിൽ മാൻ ഓഫ് കേരളയിൽ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ. പക്ഷെ അതൊന്നല്ല, ആള് മിസ്റ്റർ ഇന്ത്യ ആണ് ഇപ്പം. പിന്നെ അതുമല്ല, നമ്മുടെ പാർവതി ഓമനക്കുട്ടൻ നമ്മളെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് മിസ് വേൾഡിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിനുശേഷം മിസ്റ്റർ വേൾഡിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പങ്കെടുത്ത രണ്ടാമത്തെ മലയാളി നമ്മുടെ രോഹിത്താണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഫസ്റ്റ് നമ്മളെ കണ്ടസ്റ്റൻസ് ഒക്കെ ഇങ്ങനെ വരുന്നതും ഇൻട്രോയും ആ റൗണ്ടാണല്ലോ. ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോഴും നമ്മൾ പഴയ നമ്മൾ ഫ്രണ്ട് സീറ്റിൽ ഇതൊക്കെ കാണുകയാണ്. പക്ഷെ നമ്മളുടെ മനസ്സ് ആ പഴയ സീസണിലാണ്. നമ്മളും ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്താണല്ലോ. അപ്പം ഭയങ്കര റിലാക്സ് ആയിട്ടിരുന്ന് കാണുകയാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇവരെ ഓരോരുത്തരും പേരെടുത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തി തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഭയങ്കര ഒരു തിരക്കിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാനിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇത് കാണുമ്പോൾ ആർക്കെങ്കിലും ഇവരൊക്കെ പേഴ്സണലായിട്ട് ഓരോരുത്തരും ആരാന്നൊക്കെ അറിയണം തോന്നി ഞങ്ങളുടെ FI ഇവന്റ്സിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ ഓരോ കണ്ടസ്റ്റൻസിനെയും പേര് സഹിതം എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലെനിക്ക് കുറച്ച് പേരായിട്ട് പേഴ്സണൽ കോൺടാക്ട് ഉള്ളൂ കേട്ടോ. അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് ലസ്നയായിട്ട് എനിക്കിപ്പോൾ ഒരു പേഴ്സണൽ കോൺടാക്ട് ഉണ്ട്. ആള് നമ്മളുടെ ലേഡി ഓഫ് കേരള സീസൺ 2 ഫസ്റ്റ് റണ്ണറപ്പ് ആയി കേട്ടോ. നല്ല മിടുക്കി കുട്ടിയാണ്. ആള് നമ്മളുടെ ലിപ് മൂവ്മെന്റ് കണ്ടിട്ടാണ് നമ്മൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നതും അതിന് നല്ല ഉരുളക്കുപ്പേര് പോലെ നല്ല ഇന്റലിജന്റ് ആൻഡ് സ്മാർട്ട് ആയിട്ടാണ് ആൻസർ ചെയ്തതൊക്കെ കേട്ടോ. ഭയങ്കര ഇംപ്രസ് ആയി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ആ ഒരു പേഴ്സണൽ കോൺടാക്ട് വെച്ച അവളുമായിട്ട്. എന്റെ പേര് ലസ്ന, ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഫാഷൻ ഡിസൈനറാണ്. എന്റെ കുറുമ്പുകളെ മറന്ന് എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ എല്ലാവരെയും അറിയിക്കാനാണ് എന്റെ താല്പര്യം. ജീവിതത്തിൽ എന്ത് നേടിയാലും അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ജീവിതത്തിൽ എന്ത് കുറവ് വന്നാലും മുന്നോട്ട് പോയാൽ മാത്രം മതി. എനിക്ക് പിന്നീടായാലും ഇല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇത് നല്ലൊരു അനുഭവമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ തുന്നൽ എന്ന് പറഞ്ഞ ഡിസൈനർ വേഴ്സിൻ്റെ ഒരു ഫാഷൻ ഷോ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു ലോഗോയും ആ ഒരു പേരും ഭയങ്കര അടിപൊളിയായിട്ടില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ അതിനുശേഷം നമ്മുടെ മാൻ ഓഫ് കേരളയുടെ ഷോയും സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള ടൈമില്ല കേട്ടോ. ഇതൊക്കെ FI ഇവന്റ്സിൻ്റെ പേജിൽ ചെക്ക് ചെയ്താൽ മതി. ഒരുപാട് റീൽസും കാര്യങ്ങളും എല്ലാ അപ്ഡേറ്റ്സും ഉണ്ട്. ആരൊക്കെ വിൻ ചെയ്തു എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ FI ഇവന്റ്സിൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇവനാണ് നമ്മളുടെ ഈ സീസണിലെ മാൻ ഓഫ് കേരള ടൈറ്റിൽ വിന്നർ ആയത് കേട്ടോ. അവന്റെ ഇൻട്രൊഡക്ഷൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. ഞാൻ കേൾപ്പിച്ചു തരാം. ഏവർക്കും നമസ്കാരം. I'm Haneen Abdul Hamid. Incredible journey. As a self-disciplined, consistently reliable and committed individual, I'm a perfect role model for the youth of this nation. And also, your next Man of Kerala. Thank you. വളരെ കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ അവനക്ക്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഈ ഒരു ടൈറ്റിൽ വിൻ ചെയ്തതും. അങ്ങനെ ഞങ്ങള് ഷോ നടന്നുകൊണ്ടിരിക്കുന്നതിനുള്ള ഒരു ബ്രേക്ക് കിട്ടിയപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡൊക്കെ നമ്മുടെ ഷെഫ് പിള്ളയുടെ അടിപൊളി ബഫേ ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചുതരാം ഏകദേശം ഞങ്ങൾ കഴിച്ച ഫുഡൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ കാലിക്കറ്റ് ഷെഫ് പിള്ളയുടെ ഒരുപാട് അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ. ഷെഫിന്റെ സിഗ്നേച്ചർ സ്റ്റാർട്ടേഴ്സ് ആണ്. വയനാട് പാൽക്കൊഞ്ചി, ഇഞ്ചിപ്പുളി ചിക്കൻ മീൻസ്.
അതിന്റെ വെറൈറ്റി ആണല്ലോ. അതെ അതെ. പാലക്കാടൻ ഒതന്റിക് സാധനല്ലേ ഇഞ്ചിപ്പുളി എന്ന് പറയുന്നത്. ഇഞ്ചിപ്പുളി. അതെ അതെ. So it is same as something like a barbecue sauce. ഓക്കെ. Something similar to that. So chefന്റെ ഒരു ഐഡിയ ആയിരുന്നു something similar to South Indian dish. ഇതാണ് Travancore കോഴി റോസ്റ്റ്. നല്ല സ്മെല്ല്. നശിപ്പിക്കാൻ വരും. ഇത് നൂൽ പൊറോട്ട. ഓക്കെ. ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിരുന്നു സാധനമായിരുന്നു. Then ഇതാണ് ഷെഫിന്റെ സ്പെഷ്യൽ നിർവാണ. ഓക്കെ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ വീട്ടിൽ. എന്റെ നിർമ്മാണം നന്നായിട്ടുണ്ടോ ഞാൻ ട്രൈ ചെയ്യും. ലൈവായിട്ട് അപ്പം അപ്പത്തിന് മേലെ മുട്ട വെച്ചിട്ടുള്ള പ്രയോഗം അത് നിങ്ങളുടെ ഇല്ല ഇന്ന് നോൺ വെജിറ്റേറിയൻ ആയിട്ടായിരുന്നു നടന്നില്ല. മുട്ടയോടൊപ്പം കഴിക്കാൻ നമ്മളിവിടെ ഒരു ഔട്ട്ലെറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്ലം കേക്ക് ഫലൂദ. I'll introduce executive chef of caking, the person behind all this. നമ്മുടെ executive chef ആണ് കേക്കിംഗ് മിസ്റ്റർ അഖിൽ. നിങ്ങളുടെ ക്രിയേഷൻ ആണ് അതെ ചെയ്യുന്നത്. ഇല്ല നിരഞ്ജൻ വരണ്ട കോൺസെൻട്രേഷൻ പോകും. നിങ്ങൾക്ക് നമ്മൾ ആലോചിക്കട്ടെ. പ്ലം കിട്ടിയോ നിനക്ക്? പ്ലം കിട്ടിയില്ല, അതിനടിയില്ല. വെറുതെ പറയാൻ ഞാൻ കഴിച്ചത് പ്ലം അല്ലേന്ന്. അങ്ങനെ എങ്ങനെ കിട്ടിയോ? സാധനം കിട്ടിയോ? എനിക്ക് മനസ്സിലാവില്ല. ഞാൻ കഴിച്ചു നോക്കട്ടെ. ആ ഇവിടെ നിരഞ്ജൻ ഇത് മനസ്സിലാവില്ലെന്ന് പറഞ്ഞ ശേഷം മുഴുവൻ കഴിയാറായിട്ടോ. അവള് പ്ലം തെരഞ്ഞോണ്ടിരിക്കുക. എങ്ങനെയുണ്ട്? അയ്യോ അത് ഷൂട്ടിംഗ് മറ്റേത് ഫോർമലായിട്ടാണോ? ഫോർമലായിട്ട് വേണ്ട. I will try this. ഇങ്ങോട്ട് വേണം. അതാണോ? വന്നില്ല, റിസൾട്ട് വന്നില്ല. Actually, strawberry flavored ആണ്. സ്ട്രോബെറി. Slightly sweet. ഞാൻ അങ്ങനെ വലിയ സ്വീറ്റ് ഗായ് അല്ല. It's like fruits and nice sweet. മീഡിയം ആയിട്ടുള്ള ഷുഗർ ആയിരുന്നു. നമുക്ക് അങ്ങനെ ഹൈ ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് അവള് ഭയങ്കരമായിട്ട് ഡയറ്റ് കോൺഷ്യസ് ആണ്. അപ്പം ഈ ഫുഡ് ഷെയർ ചെയ്യുന്നല്ല. എങ്ങനെയുണ്ടാ മറ്റേ എന്ത് ചിക്കനാണ്? ആ അതെങ്ങനെ? ഈ സാധനം ഉണ്ടല്ലോ എന്തായാലും പറയാം പാൽക്കൊഞ്ച. സൂപ്പർ അടിപൊളി. ഭക്ഷണം ആദ്യം പോയി എടുത്തിട്ട് വാ. അങ്ങനെ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഷോ കാണാൻ വേണ്ടി ഹാളിൽ കയറി. ഷോ ഏകദേശം പകുതിയായി തുടങ്ങി കേട്ടോ. അതായത് ബെസ്റ്റ് 6-നെയൊക്കെ സെലക്ട് ചെയ്തു. ഞങ്ങൾ നല്ല എന്താ പറയുക ആശ്വാസമായിട്ടിരുന്ന് ഷോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതിന്റെ കൂടെ നമ്മുടെ മാൻ ഓഫ് കേരളയുടെ കോമ്പറ്റീഷൻ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കൊണ്ടുപോകാം. പിന്നെ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഓരോ ഫാഷൻ ഷോകൾ കൂടി ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ സ്മൃതി സൈമന്റെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഷോ നടക്കുന്ന സമയത്ത് ഇന്റർനാഷണൽ റൗണ്ട് ചെയ്തത് സ്മൃതി സൈമന്റെ ഫാഷൻ ഷോ ആയിരുന്നു. അതന്നെയായിരുന്നു പ്രാവശ്യം ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തി. ഈ ഒരു ഫൈനൽ 6-ൽ നിന്നും ഈ ഒരു നമ്മുടെ ഫസ്റ്റ് റണ്ണർ സെക്കൻഡ് റണ്ണർ ടൈറ്റിൽ വിന്നർ ഇത് സെലക്ട് ചെയ്യുന്ന റൗണ്ട് എത്തിയിട്ടോ. One lesson you have learned in your life through your experience and you can give it as an advice to the next generation. അതായത് നമ്മളുടെ ലേഡി ഓഫ് കേരള സീസൺ 2-ലെ ഫൈനൽ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് തരാം. നമ്മളുടെ ഗ്രാൻഡ് ഫിനാലെ ദിവസത്തെ ഹൈലൈറ്റ്സ് വീഡിയോ ആണ് കേട്ടോ.
അങ്ങനെ അന്നത്തെ ഗ്രാൻഡ് ഫിനാലെ ആ ദിവസവും ഒക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും രാത്രി ഒരു 1-2 മണിയായിട്ടോ റൂമിലെത്തിയപ്പം. പിന്നെ ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങി രാവിലെ എണീറ്റ് വീണ്ടും പുതിയ പരിപാടിക്കായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ഞങ്ങൾക്കൊരു ഫാഷൻ ഷോ ഉണ്ട് കേട്ടോ. ഫാബ്രിക്സിൻ്റെ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇങ്ങനെ കോസ്റ്റ്യൂംസൊക്കെ ഫസ്റ്റ് ഒന്ന് നോക്കി എന്നിട്ടാണ്. ഇപ്പോൾ സമയം 3 o'clock ആയി. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിച്ചിട്ടാണ് ഷോ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ മുന്നേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ആദിലാണ് കേട്ടോ ഇത്. അവനും കോഴിക്കോട്ടുകാരനാണ്. നമ്മുടെ മാൻ ഓഫ് കേരള സീസൺ 1 ഫസ്റ്റ് റണ്ണറപ്പ് ആണ് കേട്ടോ ആദിൽ. വേറെയും കുറേ ടൈറ്റിൽസ് ഒക്കെ വിൻ ചെയ്തിട്ടുണ്ട്. പോവാണ് ഞങ്ങൾ. നീ അത് സെൽഫി സർവീസ്. നമ്മൾ ഫോട്ടോ റീൽസ് ഒന്നും വരെ അതൊക്കെ എടുത്തിട്ടില്ലല്ലേ. സത്യം. ഞങ്ങൾ പോവാം. ഇന്ന് നിൽക്കുന്നില്ല. ഹലോ, ഇതാരാ? ഹായ്. ഇവിടുത്തെ പുതിയ മാനേജറാണ്. ഇത് സരിത മാമാണ് കേട്ടോ. FI1 ടീം മെമ്പറാണ്. അതുപോലെ തന്നെ മിസ്സിസ് മലബാർ കൂടെ ആയിരുന്നു കേട്ടോ. പോണ്ടേ നിനക്ക് വേണ്ടേ? നെയ്യപ്പം പോലത്തെ പോണ്ട. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇവര് ബോണ്ടയുടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോഡൽസ്. ഓക്കെ, അപ്പം നമ്മൾ തന്റെ പേരൊന്ന് പറയൂ. എന്റെ പേര് ജോർഡ്വിൻ ജോൺസൺ. ഓ, കിഡിലോസ്കി പേരാണെന്നൊക്കെ. അപ്പോഴവന്റെ ബർത്ത്ഡേ ആണ്. ഫസ്റ്റിനാണല്ലേ, January 1 അവന്റെ ബർത്ത്ഡേ ആണ്. പറയൂ. ആ പ്രൊമോഷൻ ഇവിടെ ഇല്ല. അത് കിടന്നില്ല. അപ്പം January 1 അവന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ ഇന്ന് പിരിയാൻ പോവല്ലേ. അപ്പൊ ഇന്ന് അവന്റെ വകയാണ്. നമുക്ക് ഇന്ന് ട്രീറ്റ് ഉണ്ട് അല്ലേ, ലഞ്ച് അവൻ ഓഫർ. ഞങ്ങൾ ഇന്നലെ അവനക്ക് നൈറ്റ് ഒരു സർപ്രൈസ് ഒക്കെ കൊടുത്തു. 2021 മിസ്റ്റർ കേരള FI1 തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു അല്ലേ, സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. അപ്പൊ ഏതാ ഹോട്ടലൊന്നും അറിയില്ല. കുറച്ച് പേരും നമ്മുടെ ടീമിലുള്ള ഇന്നലെ കണ്ട് അവരൊക്കെ വരാനുണ്ട്. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഡേ ഇവിടെ നമ്മൾ സ്റ്റീഫൻ ദേവസ്യയുടെ ഒക്കെ വലിയ മ്യൂസിക് നൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ന്യൂ ഇയർ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. വീട്ടിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. 3 ആൾക്ക് ഒരുപോലെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും ഇന്നാണ് ഞങ്ങൾക്ക് ട്രെയിൻ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നമ്മൾ ബീച്ച് ഏരിയയിലുള്ളൊരു ദ ഷാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഞാൻ മുന്നേ പോയത്. ഞാൻ പെട്ടെന്ന് പേര് നോക്കിയില്ല ഇവിടെ. അത് പേര് കണ്ടപ്പോഴാണ് ഇത് ഞാൻ വന്നതാണല്ലോ ഒരു 2-3 വർഷം മുന്നേ. എല്ലാം ഒരു രീതിയാണ്. ഓ, അങ്ങനെ പോണു. അതല്ലോ കഴിക്കാനുള്ള അത് പാപ്പിയോട് ചോദിച്ചേ.
ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ലാസ്റ്റ് എത്തിയപ്പോഴാണ് ഓർത്തത്. ഞാൻ അനഘയും വൈഷയും ശരിക്കും പരിചയപ്പെടുത്തിയില്ലെന്ന് എനിക്കൊരു തോന്നൽ. ഇത് അനഘയാണ് കേട്ടോ. അനഘ നമ്മൾ റേഡിയോ ഓഫ് കേരള സീസൺ ഫസ്റ്റിലെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു. അതുപോലെ വൈഷ സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു. ഇവർ വേറെ കുറേ പേജൻ ഷോസിലെ ടൈറ്റിൽസ് വിൻ ചെയ്തിട്ടുള്ള ആളുകളാണ് കേട്ടോ. അതിനൊക്കെ ഉപരി നല്ല ബെസ്റ്റ് കമ്പനിയാണ്. ഞാൻ റിവ്യൂ ഒന്ന് സമാധാനിക്കും അതായത് ഞാൻ അത് അവളുടെ വായിലൊക്കെ വെള്ളം വന്നു. ഓക്കെ, അപ്പൊ ഇത് ചോറും കൂട്ടാനാണ് അല്ലേ? ചോറാണ്. അയ്യോ, നമ്മളെ സ്പോൺസർക്ക് ഒന്നും കിട്ടിയില്ലേ? എങ്ങനെയുണ്ടാ ചട്ടിച്ചോറ്? സ്പോട്ടിലാണോ? പിടിക്കാരും പിടിക്കുന്നു. എനിക്ക് ഇച്ചിരി ഇച്ചിരി കുഴി ഉണ്ടെങ്കിൽ ചാറും ചോറും. അയ്യോ, ഇനി എത്രയും പെടുന്നത് കഴിച്ചിട്ട് ബാക്കി കാര്യം. തേങ്ങാപ്പാൽ നശിപ്പിക്കും മനുഷ്യനെ. താടിയൊക്കെ കഴിഞ്ഞിട്ട് ബർത്ത്ഡേ പോയി ട്രീറ്റ് ചെയ്യുന്ന ചങ്ങയുടെ താടി കരിഞ്ഞു. ഇതൊക്കെ കുറയണം. വീണ്ടും വീണ്ടും ഹാപ്പി ബർത്ത്ഡേ ടു യു കേട്ടോ. നല്ല അടിപൊളി ഫുഡ്, വയറും മനസ്സും നിറഞ്ഞു കേട്ടോ. ഞങ്ങളുടെ യുദ്ധഭൂമി കണ്ടില്ല, അതിനൊക്കെ ആ ഫുള്ള് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ കഴിക്കണം. ഒരു വറ്റ് പോലും ബാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ പോവാണ്, ഞങ്ങൾക്ക് ട്രെയിനിലെ ടൈമായി. അല്ലെങ്കിൽ ഇച്ചിരി കൂടി അവിടെ ഞങ്ങൾക്ക് ജ്യൂസ് മേടിച്ച് തന്നേ പറ്റൂ. പക്ഷെ ടൈമില്ലാത്തതാണ്. അല്ലെങ്കിൽ അനക്ക് നന്നായിട്ട് ആഘോഷിച്ചിരുന്നില്ലേ ബർത്ത്ഡേ? അടുത്ത ബർത്ത്ഡേ ആകുമ്പോൾ ഞങ്ങൾ മറക്കില്ല കേട്ടോ. എവിടെയാണെങ്കിലും ഞങ്ങൾ മീറ്റ് ചെയ്യും. അങ്ങനെ അന്നത്തെ ബർത്ത്ഡേ പരിപാടി, ഞങ്ങൾ 2 ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അപ്പോൾ എന്നാലും ട്രെയിനിൽ കറക്റ്റ് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നിരഞ്ജൻ പിന്നെ കറക്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്പീഡിൽ കൊണ്ട് ഇറക്കിയതുകൊണ്ട് കറക്റ്റ് ട്രെയിൻ കിട്ടി. അങ്ങനെ ഇതിപ്പോൾ ഷൊർണൂർ വെച്ചിട്ടുള്ള കാഴ്ചയാണ്. ഷൊർണൂർ വാപ്പയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നു. ഇവിടെ വീട്ടിലെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അന്ന് ന്യൂ ഇയർ ആണ്. അപ്പോൾ ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇന്നൂസും ഞങ്ങളൊക്കെ പടക്കവും ഇച്ചിരി സ്നാക്കുകളും ഒക്കെ വാങ്ങിച്ച് കൊടുന്നു വീട്ടിൽ വന്നിട്ട്. കാരണം എനിക്ക് ക്രിസ്മസ് ലീവിൽ അധികം എല്ലാവരും കൂടി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ന്യൂ ഇയർ കൂടി ആഘോഷിച്ചിട്ട് പോകാമെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നജിത്തും സൂലും ജാസ്മിൻ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരു അടിപൊളി ന്യൂ ഇയർ നൈറ്റ് ആഘോഷിച്ചു. അതൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അത്രയ്ക്ക് എൻ്റെ ന്യൂ ഇയർ കഴിഞ്ഞ് 3 ദിവസം പക്ഷേ വീടിടാൻ ഒരുപാട് ലേറ്റായി പോയി. അപ്പോൾ ഇനി അടുത്ത അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ.